കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായ ചാർലി തന്റെ ഗാരേജിൽ നിന്ന് ഒരു വിമാനം റീസ്റ്റോർ ചെയ്യുന്നത് കാണാം. സാറ എന്ന ചാർലിയുടെ ഭാര്യ ചാർലിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ വിമാനം. അപ്പോൾ സാറ ചാർലിയെ വീട്ടിലേക്ക് തനിക്കൊരു കോഫി കൂട്ടിത്തരനായി വിളിക്കുകയാണ്. ചാർലിയും സാറയും നല്ല സ്നേഹത്തിലാണ്. രണ്ടുപേരും നല്ല സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. സാറ ഒരു ഓഫീസ് മീറ്റിംഗിനായിട്ട് ലണ്ടനിലേക്ക് പോവുകയാണ്. സാറക്കാണെങ്കിൽ ചാർലിയുടെ കോഫി കുടിച്ചിട്ടില്ലെങ്കിൽ ആ ദിവസം അത്ര സുഖകരമായിരിക്കില്ല. അപ്പോൾ 5 ദിവസത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് സാറ ലണ്ടനിലേക്ക് പോകുന്നത്. ഓ ദൈവമേ, ഇനിയുള്ള 5 ദിവസം എനിക്ക് ആരാണ് കോഫി കൂട്ടി തരുക? എനിക്ക് നിന്നെ ഒരുപാട് മിസ്സാവും. നിനക്ക് കൂടി എന്റെ കൂടെ വന്നുകൂടെ എന്ന് സാറ ചാർലിയോട് പറയുന്നുണ്ട്. എന്നാൽ ചാർലി സ്നേഹത്തോടെ എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും വന്നേനെ. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ നിന്റെ കൂടെ വരുമെന്നും ചാർലി സാറക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. സാരമില്ല, നീ ടേക്ക് കെയർ ചെയ്യണം, ഞാൻ നിന്നെ മിസ് ചെയ്യും എന്നും പറഞ്ഞ് സാറ യാത്ര പോവുകയാണ്. പോകുന്ന സമയത്ത് സാറ ദേ എന്റെ ഫ്ലവേഴ്സിനൊക്കെ വെള്ളം ഒഴിക്കണം എന്നും ചാർലിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാറയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സാറ യാത്ര ചെയ്യുന്ന ടാക്സിയുടെ പിന്നാലെ ഹീറോ ഓടി യാത്ര പറയുകയാണ്. സാറ ഹീറോയുടെ ഫോട്ടോസും എടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആയി ജീവിക്കുന്ന ദമ്പതികളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഹീറോന്റെ ജോലി എന്താണ് എന്ന് നോക്കാം. സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയിലാണ് ഹീറോ ജോലി ചെയ്യുന്നത്. CIA ഏജന്റ് ആയിട്ടല്ല, CIA ഡിക്രിപ്ഷൻ ആൻഡ് അനാലിസിസ് ഡിവിഷനിലെ ക്രിപ്റ്റോഗ്രാഫർ ആയിട്ടാണ് ഹീറോ ജോലി ചെയ്യുന്നത്. വളരെയധികം ബുദ്ധിശാലിയാണ് ചാർലി. ഈ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ബിൽഡിംഗ് സെക്യൂരിറ്റി കോഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്തത് ചാർലിയാണ്. അവിടെ പ്രവേശിക്കണമെങ്കിൽ അത്രയും ടൈറ്റ് സെക്യൂരിറ്റിയിലെ കൂടിയാണ് കടന്നു പോകേണ്ടത്. അവിടെ വരുന്ന ഓരോ ആൾക്കാരുടെ കയ്യിലുള്ള സാധനങ്ങൾ ഓഫീസേഴ്സിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഡിസൈൻ ചെയ്തത് ചാർലി തന്നെയാണ്. സോ ഇവിടെ ചാർലിക്ക് ഇൻക്വിലൈൻ എന്ന കോഡ് നെയിമുള്ള യൂസറിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്. 2014 തൊട്ട് 2022 വരെയുള്ള ഒരു ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയാണ് ഈ ഇൻക്വിലൈന് ഹീറോക്ക് മെസ്സേജ് അയച്ചത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റയാണ് എന്നും ഈ ഇൻക്വിലൈൻ ഹീറോയിനോട് പറയുന്നുണ്ട്. ഹീറോക്ക് ഈ ഇൻക്വിലൈൻ ആരാണെന്ന് അറിയണം. നീ ഇസ്താൻബുളിൽ നിന്നാണോ, അതാണ് നിന്റെ ലൊക്കേഷൻ എന്നൊക്കെ ഹീറോ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഹീറോ ഈ ഇൻക്വിലൈൻ എന്ന യൂസറിന് മെസ്സേജ് അയക്കുന്നുണ്ട്. പല സീക്രട്ട് ആയിട്ടുള്ള ഡാറ്റാസ് ഇൻക്വിലൈൻ ആണ് ഹീറോക്ക് അയക്കുന്നത്. എന്നാൽ ഈ ഇൻക്വിലൈൻ ആരാണ് എന്ന് ഇതുവരെ ഹീറോക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നീ ഒരു 50 വയസ്സ് പ്രായമുള്ള ഇസ്താൻബുളിൽ താമസിക്കുന്ന റഷ്യൻ സ്വദേശിയാണ് എന്ന് ഹീറോ മെസ്സേജ് അയച്ചപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാതെ ഞാൻ അയച്ച ഡാറ്റാസ് സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യ് എന്നും പറഞ്ഞ് ഇൻക്വിലൈൻ ഓഫ്ലൈനിൽ പോയി. അങ്ങനെ ഹീറോ ആ ഡാറ്റാസ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ അകത്ത് തന്നെ നടക്കുന്ന പല അഴിമതികളെ കുറിച്ചും അഴിമതി നടത്തുന്ന ഓഫീസേഴ്സിനെ കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽസ് ആണ്. അത് രാജ്യത്ത് തന്നെ അപകടത്തിലാക്കുന്ന കാര്യങ്ങളുമാണ്. അങ്ങനെ ഈ ഡാറ്റാസ് കണ്ട് ഹീറോ ശരിക്കും ഷോക്കായി നിൽക്കുന്ന സമയത്താണ് ലണ്ടനിലെത്തിയ സാറ ചാർലിയെ വിളിച്ചത്. ഞാൻ ലണ്ടനിലെത്തി, ഞാൻ ഇപ്പോൾ ഒരു കഫേയിൽ നിന്ന് ഒരു പാട്ട കോഫി കുടിക്കുന്നത്. അങ്ങനെ നല്ല സ്നേഹത്തോടെയാണ് സാറ ചാർലിയോട് സംസാരിക്കുന്നത്. എന്നാൽ ചാർലി സാറയോട് ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. സാറക്ക് സങ്കടമൊന്നുമില്ല. സാറ ഓക്കെ ടേക്ക് കെയർ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്യുന്നുമുണ്ട്. സോ ചാർലി ഈ ഡാറ്റാസ് തന്റെ ഓഫീസിൽ നിന്നുകൊണ്ടാണ് ആദ്യം നോക്കുന്നുണ്ടായത്. എന്നാൽ ഇവിടെ നിന്ന് നോക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കി ചാർലി ആരുമില്ലാത്ത ഒരു ഓഫീസ് റൂമിൽ കയറി ഈ ഡാറ്റാസ് ആക്സസ് ചെയ്ത് അതിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പഠിക്കുക. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ആ ഡാറ്റാസിലുള്ളത് തീവ്രവാദികൾ നടത്തുന്ന പല ഇല്ലീഗൽ വെപ്പൺ ഡീലിംഗ്സും സ്ഫോടനങ്ങളും അതിനെ കുറിച്ചൊക്കെയാണ്. ഇതിൽ ചാർലിയുടെ ബോസായ മോർ എന്ന CIA ഏജന്റിന് പങ്കുണ്ട് എന്നും ചാർലിക്ക് ഈ ഡാറ്റാസ് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം അദ്ദേഹം ഇതിലെ പല ഫയൽസിൽ സൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ചാർലി രഹസ്യമായിട്ട് തന്നെ വെച്ചു, ആരോടും പറയാൻ നിന്നിട്ടില്ല. കാരണം പറഞ്ഞാൽ അവരെ രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തുമെന്ന് ഹീറോക്ക് നന്നായിട്ട് അറിയാം. അന്ന് രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞ് ഹീറോ വീട്ടിലെത്തിയപ്പോൾ അയ്യോ ഞാൻ സാറയെ വിളിക്കാൻ മറന്നുപോയെന്ന് ഹീറോക്ക് ഓർമ്മ വന്നു. അങ്ങനെ ഹീറോ രാത്രി സാറയെ വിളിക്കാനായി ട്രൈ ചെയ്തെങ്കിലും പുള്ളിക്കാരി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പാവം ക്ഷീണം പിടിച്ച് ഉറങ്ങിയതാവുമെന്ന് വിചാരിച്ച് ഹീറോ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം ഹീറോ ഓഫീസിലെത്തിയപ്പോൾ തന്റെ ക്യാബിന്റെ അകത്ത് ഓഫീസർ മോർ നിൽക്കുന്നത് ഹീറോ കണ്ടു. അദ്ദേഹത്തെ തന്റെ ക്യാബിന്റെ അകത്ത് കണ്ടപ്പോൾ ഹീറോ ചെറുതായി ഭയന്നു. അതായത് ഓഫീസർ മോറിന്റെ അഴിമതികൾ ഹീറോ കണ്ടെത്തിയോ എന്ന്, അദ്ദേഹം മനസ്സിലാക്കിയോ എന്ന് ഹീറോക്ക് സംശയമായി.
എന്നാൽ ഓഫീസർ മോർ വന്നത് അതിനൊന്നുമല്ല. മിസ്റ്റർ ചാർലി, ഇന്ന് രാവിലെ താങ്കൾ ന്യൂസ് കണ്ടായിരുന്നു എന്ന് മിസ്റ്റർ മോർ ചോദിക്കുകയാണ്. ഇല്ല, എന്ത് എന്ന് ചാർലി പറഞ്ഞപ്പോൾ നീ ഒന്ന് അർജന്റ് ആയിട്ട് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഓഫീസർ സമാന്തയുടെ ക്യാബിനിലേക്ക് ഹീറോനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ഇന്ന് രാവിലെ ലണ്ടനിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഹീറോക്ക് പറഞ്ഞു കൊടുത്തു. അതായത് ലണ്ടൻ ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഹോട്ടലിൽ ഇന്ന് തീവ്രവാദികളുടെ വെടിവെപ്പ് നടന്നിരുന്നു. അപ്പോൾ ആ ഹോട്ടലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഹീറോ ശരിക്കും ഷോക്കായി. ആൾക്ക് മനസ്സിലായി അവർ എന്താണ് പറയാനായി പോകുന്നത് എന്ന്. കാരണം സാറ ആ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവര് കാര്യം പറഞ്ഞതിന് മുൻപ് തന്നെ ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഹീറോ ഷോക്കായിട്ട് പറയുകയാണ്. അപ്പോൾ ഓഫീസർ സമാന്തക്ക് ബാക്കി പറയാനാവുന്നില്ല. പുള്ളിക്കാരി ന്യൂസ് വെച്ചു കൊടുത്തു. അപ്പോൾ അതിൽ സാറയെ തീവ്രവാദികൾ പിടിച്ചു കൊണ്ടുപോകുന്നത് കാണാം. എന്നിട്ട് പോലീസ് അവിടെ എത്തിയപ്പോൾ തീവ്രവാദികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവരെ സാറയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഈ വാർത്ത കണ്ട ചാർലി ആളാകെ തകർന്ന പോലെയായി. കാരണം ചാർലി ഈ ലോകത്ത് തന്നേക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നത് തന്റെ ഭാര്യ സാറയാണ്. അന്ന് വീട്ടിലെത്തിയ ചാർലി ശരിക്കും തകർന്ന പോലെയായി. വീട്ടിൽ ഇപ്പോൾ ചാർലി തനിച്ച്. സാറയുടെ കളിയും ചിരിയും തമാശയൊന്നുമില്ല. സാറ പോകുമ്പോൾ പൂക്കൾക്ക് വെള്ളമൊഴിക്കാനായി ചാർലിയോട് പറഞ്ഞിരുന്നു. അത് കണ്ട് ഹീറോ പൊട്ടിക്കരയുകയാണ്. ഇവിടെ ലണ്ടനിൽ നിന്ന് സാറയുടെ ഡെഡ് ബോഡി ഹീറോ സ്വീകരിച്ചു. സാറയുടെ കൈവശമുണ്ടായ വസ്തുക്കൾ ഹീറോ വീട്ടിൽ നിന്ന് തുറന്നപ്പോൾ അതിൽ സാറ ചാർലിക്ക് സമ്മാനമായി വാങ്ങിയ ഒരു പസിൽ കണ്ടു. അതിൽ സാറ സ്നേഹപൂർവ്വം ചാർലിക്കായി എഴുതിയ കത്തും ചാർലി വായിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഹീറോ ശരിക്കും തളർന്ന പോലെയായി. അവൾ ഇല്ലാത്ത ഒരു ജീവിതം തനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഹീറോന്റെ ലക്ഷ്യം സാറയെ കൊന്നവരെ കണ്ടെത്തുക, അവരെ ഇല്ലാതെയാക്കുക എന്നതാണ്. സാറയെ വെടിവെച്ചവനെ മാത്രമല്ല, ആ സംഘത്തിലെ പ്രധാനപ്പെട്ടവരെയൊക്കെ കണ്ടുപിടിച്ച് ഇല്ലാതെയാക്കണം. അതാണ് ചാർലിയുടെ ഇനിയുള്ള ലക്ഷ്യം. ഇത് പറയാനായി ചാർലി ഓഫീസർ മോറിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം വലിയ കാര്യമാക്കാതെ അതൊക്കെ പോലീസ് അന്വേഷിക്കുമെന്ന് പറഞ്ഞ് ചാർലിയെ തള്ളിക്കളയുകയാണ്. എന്നാൽ ചാർലി അത് വെറുതെ വിടാൻ നിന്നിട്ടില്ല. ചാർലി ഉറങ്ങാതെ ഇരുന്ന് പല CCTV ക്യാമറാസും വെബ്സൈറ്റ്സും ഒക്കെ ഹാക്ക് ചെയ്ത് സാറെ കൊന്ന തീവ്രവാദി സംഘം ആരാണ് എന്ന് കണ്ടെത്തി. എന്നിട്ട് താൻ കണ്ടെത്തിയ തെളിവുകളൊക്കെ വെച്ച് അതുമായി വീണ്ടും ചാർലി ഓഫീസർ മോറിനെ കാണാൻ ചെന്നു. എന്നിട്ട് തന്റെ ഫൈൻഡിങ്സ് ഒക്കെ കാണിച്ചു കൊടുത്ത് സാറെ കൊന്നത് ഹോർസ്റ്റ് കില്ലർ എന്ന റഷ്യൻ തീവ്രവാദിയാണ്. അദ്ദേഹത്തിന്റെ സംഘത്തിലെ പ്രധാനപ്പെട്ട ഓരോരുത്തരെയും ഹീറോ ഓഫീസർ മോറിന് കാണിച്ചു കൊടുക്കുകയാണ്. ഹോർസ്റ്റിന് വേണ്ടി ബിസിനസ് ചെയ്യാൻ ഡീല് കൊടുക്കുന്നത് പാരീസിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഗ്രച്ചൻ ഫ്രാങ്ക് എന്ന ഫ്രഞ്ചുകാരിയെ കുറിച്ചും ഹീറോ മോറിനോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ തെളിവുകളും ചാർലി ഓഫീസർ മോറിന് കൊടുത്തിട്ടും അദ്ദേഹം വലിയ മൈൻഡ് ഒന്നുമില്ലാതെ വളരെ കൂൾ ആയിട്ട് ഇരിക്കുകയാണ്. കാരണം ഓഫീസർ മോറിന് ഇവരുടെ നെറ്റ്വർക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്നാൽ അവരെ ഒന്നും ചെയ്യാനാവത്തില്ല, ഇത് നീ വിട്ടേക്ക് എന്നൊക്കെയാണ് മോർ ചാർലിയോട് പറയുന്നത്. എന്നാൽ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഭാര്യയെ ഇല്ലാതെയാക്കിയവന്മാരെ വെറുതെ അങ്ങ് വിടാൻ കഴിയുമോ? എന്തായാലും നമുക്ക് ഇതിലൊന്നും ചെയ്യാനാവത്തില്ല എന്ന് പറഞ്ഞ് മോർ ചാർലിയെ ഗെറ്റ് ഔട്ട് അടിച്ചു. സോ ഇവിടെ ചാർലി തീരെ ഓക്കെ അല്ല. അങ്ങനെ മൈൻഡ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ചാർലി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ചാർലി എല്ലാ വിഷമങ്ങളും പറഞ്ഞു. അതായത് എനിക്ക് സാരയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവൾ എന്നെ അവസാനമായി വിളിച്ചപ്പോൾ ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അടുത്ത ദിവസം ഞാൻ അറിയുന്നത് അവളുടെ മരണ വാർത്തയാണ്. അവളുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ളവരെ ഞാൻ കണ്ടെത്തി. എന്റെ ബോസിനോട് പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ ആവത്തില്ല എന്ന് പറഞ്ഞ് എന്നെ അവഗണിച്ചു. ഞാൻ സാറയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളിക്കാരി ഹീറോനോട് പറയണം, സാറയ്ക്ക് വേണ്ടി എന്നാൽ നീ തനിച്ച് അവർ എവിടെയാണുള്ളത് എന്ന് കണ്ടെത്തണം. അങ്ങനെ അടുത്ത ദിവസം ഹീറോ തന്റെ ID കാർഡിൽ എന്തോ ഒരു ചിപ്പ് വെച്ചുകൊണ്ട് ഓഫീസിൽ പോകുന്നത് കാണാം. അതിനുശേഷം ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറിലും പ്രിന്റേഴ്സിലും ഒക്കെ ഹീറോ എന്തൊക്കെയോ പണി ഒപ്പിച്ചു വെക്കുന്നത് കാണാം. ഇത് കാണുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവത്തില്ല. അത് എന്താണ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എല്ലാ പണിയും ഒപ്പിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ചാർലി വീണ്ടും തന്റെ ബോസിനെ കാണാൻ ചെന്നു, ഓഫീസർ മോറിനെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ അഴിമതികളെ കുറിച്ചൊക്കെ ഹീറോ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് പല ഡോക്യുമെന്റ്സിലും ഓഫീസർ മോറിന്റെ സിഗ്നേച്ചർ ഉണ്ട്. ഇതൊക്കെ തീവ്രവാദികളുമായിട്ട് ലിങ്ക് ചെയ്ത ഡോക്യുമെന്റ്സ് ആണ്. ഇത് ഞാൻ ഇവിടുത്തെ കമ്പ്യൂട്ടേഴ്സിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചാൽ ഇവിടുന്ന് തന്നെ എല്ലാ മീഡിയാസിനും ഓട്ടോമാറ്റിക് ആയിട്ട് സെൻഡ് ആവും. അങ്ങനെ താങ്കൾ ജയിലാവും. അങ്ങനെ പേടിച്ചിട്ട് മിസ്റ്റർ മോർ ചാർലിയോട് നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ ഭാര്യയെ കൊന്നവരെ നമ്മൾ കൊല്ലണോ? എന്താണ് വേണ്ടത് എന്ന് പറയുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചാർലി പറയാണ്, വേണ്ട, അവരെ നിങ്ങൾ കൊല്ലേണ്ട, അവരെ എനിക്ക് കൊല്ലണം.
അതിന് എനിക്ക് CIA ട്രെയിനിങ് വേണം. അത് നിങ്ങൾ ഏർപ്പാടാക്കി തരണം. അങ്ങനെ ഓഫീസർ മോറിനെ ഹീറോ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന് വേറെ വഴിയില്ലാതെ അദ്ദേഹം ഹീറോന്റെ ഡിമാൻഡ് അനുസരിച്ചു. അതായത് ഹീറോക്ക് CIA ട്രെയിനിങ് കൊടുക്കാനായി പോവുകയാണ്, തീവ്രവാദികളെ പിടിച്ച് അവരെ കൊല്ലാൻ വേണ്ടി. ഇദ്ദേഹമാണ് ഹെൻഡർസൺ. ഇദ്ദേഹമായിരിക്കും നമ്മുടെ ചാർലിയെ ട്രെയിൻ ചെയ്യാനായി പോവുക. സോ ഇവിടെ ഹീറോ ഹെൻഡേഴ്സിന്റെ അടുത്ത് ട്രെയിനിങ്ങിന് പോയപ്പോൾ ഓഫീസർ മോർ എങ്ങനെയാണ് ഹീറോ തന്നെ ട്രാപ്പ് ആക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തത് എന്ന് കണ്ടെത്താനായി മുഴുവനും അന്വേഷിക്കുകയാണ്. അങ്ങനെ അവർക്ക് മനസ്സിലായി ഹീറോ പ്രിന്റേഴ്സിൽ ചിപ്പ് ആക്സസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ബുദ്ധിപരമായി തന്റെ ID കാർഡിൽ ഒളിപ്പിച്ചു വെച്ചാണ് ആ ചിപ്പ് ഹീറോ അകത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഹീറോ ഇപ്പോൾ ഇവിടെ ഓഫീസർ മോറിനെ ട്രാപ്പിലാക്കിയിട്ടുള്ളത്. അത് എങ്ങനെങ്കിലും കണ്ടെത്തി ആ ട്രാപ്പ് ഓഫീസർ മോറിന് പൊട്ടിക്കണം, അല്ലെങ്കിൽ തന്റെ അഴിമതി കഥകളൊക്കെ പുറത്തെത്തി അദ്ദേഹം ജയിലാവും. സോ ഇവിടെ ഹെൻഡേഴ്സൺ ചാർലിയെ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് കാണാം. എന്നാൽ ഹീറോക്ക് ദൂരെ നിന്ന് എങ്ങനെയും ഷൂട്ട് ചെയ്യാൻ ആവുന്നില്ല. ടാർഗറ്റിന്റെ 7 അയലത്തെത്തുന്നില്ല ചാർലി ഷൂട്ട് ചെയ്യുന്നത്. അതായത് ചാർലിക്ക് തീരെ ഉന്നമില്ല. അങ്ങനെ ഹെൻഡേഴ്സൺ ചാർലിയെ കുറച്ചും കൂടി അടുത്ത് നിർത്തി ഷൂട്ട് ചെയ്യാനായി പറയുകയാണ്. എന്നിട്ടും ചാർലിക്ക് ടാർഗറ്റിൽ ഷൂട്ട് ചെയ്യാൻ ആവുന്നില്ല. തോക്ക് പിടിക്കുമ്പോൾ തന്നെ ചാർലിയുടെ കൈകൾ വിറക്കുന്നു. ചാർലി വളരെ അടുത്ത് പോയിട്ട് ടാർഗറ്റിൽ ഷൂട്ട് ചെയ്തു. ഹെൻഡേഴ്സൺ അപ്പോൾ ചാർലിയോട് പറയാണ്, നിന്റെ ശരിക്കുമുള്ള ടാർഗറ്റ് അവനെ കൊല്ലാൻ വേണ്ടി നിനക്ക് വേണ്ടി ഇത്ര അടുത്ത് വന്ന് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചാർലിയോട് നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഹെൻഡേഴ്സൺ അവിടുന്ന് ഇറങ്ങിപ്പോയി. അടുത്തത് ബോംബ് ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് ആണ്. അതിൽ നമ്മുടെ ഹീറോ മിടുക്കനാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഹീറോ ബോംബ് സെറ്റ് ചെയ്തു. അതേപോലെ അതിൽ നല്ല ഇൻട്രസ്റ്റും ഹീറോക്കുണ്ട്. അതിന്റെ ബുക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ഹീറോ ആ ബുക്ക് എടുത്ത് പഠിക്കാനായി പോകുന്നുണ്ട്. ഹെൻഡേഴ്സൺ ഇതിൽ ഹീറോനെ അഭിനന്ദിക്കുകയാണ്, ഇതിൽ നീ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ ചാർലിക്ക് തീവ്രവാദികളെ തേടി പല സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. അതിനായി ഹീറോക്ക് പല ഫേക്ക് പാസ്പോർട്ട്സ് വേണം. സോ ഇവിടെ ഹീറോക്ക് ഒരുപാട് ഫേക്ക് പാസ്പോർട്ട്സ് CIA ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാം. സോ ഒരു ദിവസം രാത്രി ഹെൻഡേഴ്സൺ ഹീറോന്റെ റൂമിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് ചോദിക്കാണ്, ചാർലി നീ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരെ ഇല്ലാതെയാക്കാൻ എന്താണ് ചെയ്യുക? നീ ബുദ്ധിശാലിയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം, എന്നാൽ ബുദ്ധി കൊണ്ട് മാത്രം അവരെ നേരിടാനാവത്തില്ല. ദേഷ്യത്തിൽ ചാർലിയുടെ മുഖത്തടിച്ചിട്ടും ഈ തോക്ക് പിടിക്കുന്ന ഹെൻഡേഴ്സൺ പറയുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തോക്ക് പിടിക്കുമ്പോൾ തന്നെ ചാർലിയുടെ കൈ വിറക്കുമെന്ന്. അങ്ങനെ കൈയൊക്കെ വിറച്ച് ചാർലി ആ തോക്ക് മേടിച്ചു. അതിൽ ഹെൻഡേഴ്സൺ ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഹെൻഡേഴ്സൺ പറയാണ്, ഞാനാണ് നിന്റെ ഭാര്യയെ കൊന്ന തീവ്രവാദി, ഞാനാണ് നിന്റെ ഭാര്യയെ ഇല്ലാതെയാക്കിയത്. ഇനി നീ എന്നെ കൊല്ല്, എന്നെ ഷൂട്ട് ചെയ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാനാണ് തീവ്രവാദി എന്ന് മനസ്സിൽ വിചാരിച്ച് എന്നെ ഷൂട്ട് ചെയ്. നീ തന്നെ വെടിവെക്ക് എന്ന് പറഞ്ഞ് ഹെൻഡേഴ്സൺ ചാർലിക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ട് പോലും ചാർലിക്ക് വെടിവെക്കാനാവുന്നില്ല. അപ്പോൾ ചാർലിയുടെ വീക്ക്നെസ് തോക്കാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തായാലും നീ എന്നെ ഡിസപ്പോയിന്റ് ചെയ്തു ചാർലി. നീ ഈ ഒരു മിഷൻ വിടുന്നതാണ് നിനക്ക് നല്ലത്. എനിക്ക് തോന്നുന്നില്ല നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. അതും പറഞ്ഞുകൊണ്ട് ഹെൻഡേഴ്സൺ അവിടുന്ന് ഇറങ്ങിപ്പോയി. എന്തായാലും ഇവിടെ ചാർലിയുടെ ട്രാപ്പ് ഓഫീസർ മോർ പൊട്ടിച്ചു. എന്നാൽ അത് ചാർലിക്ക് മനസ്സിലായി. കാരണം ചാർലി മിസ്റ്റർ മോർ അറിയാതെ അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ ട്രാക്ക് ചെയ്യാൻ ഒരു മൈക്ക് സെറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നതൊക്കെ ചാർലി കേൾക്കുന്നുണ്ട്. ചാർലി എപ്പോഴും ഒരു പടി മുന്നിലാണ്. ഓഫീസർ മോർ ഹെൻഡർസണിനെ വിളിച്ചിട്ട് ഇനി അവനെ ട്രെയിൻ ചെയ്യരുത്, അതേപോലെ അവനെ ലോക്ക് ചെയ്യുന്നു മിസ്റ്റർ മോർ ഹെൻഡർസണിന് നിർദ്ദേശം കൊടുത്തു. ഹെൻഡർസൺ ചാർലിയെ ലോക്ക് ചെയ്യാനായി ചാർലി കിടക്കുന്ന മുറി പോയി തുറന്നു നോക്കിയപ്പോൾ ചാർലി അവിടെയില്ല. നമ്മൾ പറഞ്ഞു അവൻ എപ്പോഴും ഒരു പടി മുന്നിലാണ്. തന്നെ ലോക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ചാർലി ഫേക്ക് പാസ്പോർട്ട്സും എടുത്ത് സ്ഥലം വിട്ടു. ഇവിടെ മിസ്റ്റർ മോർ ചാർലി ഒളിപ്പിച്ചു വെച്ച മൈക്രോഫോൺ കണ്ടെത്തി. ഒരു ഫയലിന്റെ അകത്ത് ക്ലിപ്പിൽ കാണാത്ത വിധമാണ് ചാർലി മൈക്ക് സെറ്റ് ചെയ്തത്. അവരുടെ സംസാരമൊക്കെ ചാർലി കേട്ടത് കൊണ്ടാണ് ചാർലി എല്ലാം ഒരു പടി മുന്നിലായിട്ട് ചെയ്തതെന്നും മിസ്റ്റർ മോറിന് മനസ്സിലായി. ആ മൈക്കില് മിസ്റ്റർ ചാർലി നിന്നെ ഞാൻ പൂട്ടിലാക്കിയിരിക്കുമെന്നും ഓഫീസർ ചാർലിയെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ ചെവിയിലുള്ള അത് വലിച്ചു കളഞ്ഞ് ചാർലി ഫ്ലൈറ്റിൽ കയറി. ലണ്ടനിലേക്കാണ് ചാർലിയുടെ യാത്ര. അങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ചാർലി സാറയെ ഓർക്കുകയാണ്. തന്റെ പിറന്നാളിന് സാറ തനിക്ക് സമ്മാനമായി വിമാനം തന്നപ്പോൾ ചാർലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നിട്ട് ഭാര്യയെ കെട്ടിപ്പിടിച്ച് പറയാണ്, എനിക്ക് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും മികച്ച രണ്ടാമത്തെ സമ്മാനമാണ് ഈ വിമാനം, ആദ്യത്തത് എന്നും നീയാണ് എന്നും സാറയോട് ചാർലി പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സ് ആലോചിച്ച് ചാർലി ഇരിക്കുകയാണ്. ഇവിടെ ലണ്ടനിലെത്തിയ ചാർലി ലണ്ടൻ വഴി പാരീസിലേക്കാണ് പോകുന്നത്. സോ എന്തിനാണ് പാരീസിൽ ചാർലി വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, സാറയെ കൊന്ന ഹോർസ്റ്റുമായി ബിസിനസ് ചെയ്യുന്ന ഗ്രച്ചിൻ ഫ്രാങ്ക് എന്ന സ്ത്രീയെ കണ്ടുപിടിക്കാൻ വേണ്ടി. പുള്ളിക്കാരി പാരീസിലാണ് താമസം. അങ്ങനെ ഇവിടെ ഹീറോ തന്റെ ഹോട്ടൽ മുറിയിലെ ജനാലയിലെ കൂടി ഗ്രച്ചിൻ ഫ്രാങ്ക് എന്ന സ്ത്രീയെ അന്വേഷിക്കുകയാണ്.
അപ്പോൾ ദാ അവിടെ ഒരു കഫേയുടെ മുന്നിൽ ആ സ്ത്രീ നിൽക്കുന്നത് ഹീറോ കണ്ടു. പുള്ളിക്കാരിയെ കണ്ട ഉടനെ ഹീറോ തന്റെ ലാപ്ടോപ്പ് എടുത്ത് പുള്ളിക്കാരിയുടെ മൊബൈൽ ഫോണിലേക്ക് ആക്സസ് ചെയ്യുകയാണ്. അതായത് ഇനി ഗ്രച്ചൻ ഫ്രാങ്ക് എവിടെയൊക്കെയാണോ പോകുന്നത് അതിന്റെ ലൊക്കേഷൻ ചാർലിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഗ്രച്ചൻ ഫ്രാങ്ക് എന്ന സ്ത്രീക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവനുമായി പുറത്തു പോകാനായി ഹീറോ കാത്തിരിക്കുകയാണ്. എന്തിനു? പുള്ളിക്കാരി പുറത്തു പോയതിനു ശേഷം പുള്ളിക്കാരിയുടെ അപ്പാർട്ട്മെന്റിൽ കയറി എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ദാ പുള്ളിക്കാരി ബോയ് ഫ്രണ്ടുമായി പുറത്തു പോവുകയാണ്. യൂട്യൂബിൽ എങ്ങനെയാണ് കമ്പി വെച്ച് ഡോർ തുറക്കേണ്ടത് എന്ന് ട്യൂട്ടോറിയൽ വീഡിയോ കണ്ട് ഹീറോ ഗ്രച്ചൻ ഫ്രാങ്കിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഡോർ തുറന്നു. അവിടെ കയറിയപ്പോൾ പുള്ളിക്കാരുടെ ഡ്രോയറും ടേബിളൊക്കെ കണ്ടപ്പോൾ ഹീറോക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ സ്ത്രീക്ക് ആസ്മയുണ്ട് എന്ന്. കാലണ്ടറിൽ നാളെ ഹോസ്പിറ്റലിൽ പോകണമെന്നും പുള്ളിക്കാരി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ പേരും അതിലുണ്ട്. അതൊക്കെ ഹീറോ ഫോട്ടോ എടുത്തു വെച്ചു. ഒരു ഡ്രോയർ തുറന്നപ്പോൾ അതിലൊരു തോക്കുണ്ട്. ഈ സമയം ഹീറോന്റെ മൊബൈലിൽ അലേർട്ട് മെസ്സേജ് വരണേ തുടങ്ങി. അതായത് ഗ്രച്ചൻ ഫ്രാങ്കും പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ടും തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഹീറോ ആ തോക്ക് എടുത്ത് പെട്ടെന്ന് അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ ഒളിച്ചു നിന്നിട്ട് തോക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും എന്തോ ഭാഗ്യത്തിന് അവര് ഹീറോനെ കണ്ടിട്ടില്ല. അവരകത്ത് കയറി കഥ കാണിച്ചതിന് ശേഷം ഹീറോ പെട്ടെന്ന് അവിടുന്ന് ഓടി തന്റെ ഹോട്ടൽ മുറിയിലേക്ക് പോയി. ആളിപ്പോൾ ഓടി നല്ലോണം ക്ഷീണിതനായിട്ടുണ്ട്. ഈ സമയം സാറ തനിക്ക് വെള്ളം കൊണ്ടുവന്ന് ആശ്വസിപ്പിക്കുന്നതൊക്കെ ചാർലി കാണുകയാണ്. അപ്പൊ സാറയെ ഓർത്തപ്പോൾ ചാർലിക്ക് കുറച്ച് ആശ്വാസമായി. അടുത്ത ദിവസം ചാർലി ഗ്രച്ചൻ വരേണ്ട ഹോസ്പിറ്റലിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. സമയം ഒരുപാടായി. എന്നാൽ പുള്ളിക്കാരി കാണുന്നില്ല. എന്നാൽ ഇതാ ഗ്രച്ചൻ ഫ്രാങ്ക് അവിടെ എത്തിയിട്ടുണ്ട്. ഒരു മെഷീന്റെ അകത്തിരുന്ന് എക്സസൈസ് ചെയ്താണ് ട്രീറ്റ്മെന്റ്. ഡോക്ടർ പുറത്തുനിന്ന് കമ്പ്യൂട്ടറിൽ അത് ട്രാക്ക് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് കമ്പ്യൂട്ടർ ഓഫായി പോവുകയാണ്. ഇത് നമ്മുടെ ചാർലിയുടെ പണിയാണ്. ഡോക്ടറിനെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി. ഞാൻ ഇപ്പോൾ വരാം, സിസ്റ്റമിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോവുകയാണ്. ഈ സമയം ചാർലി ഡോക്ടറിന്റെ വേഷത്തിൽ അവിടെ വന്ന് ഡോർ അടച്ച് ഡോർ ലോക്ക് ചെയ്തു. അതേപോലെ ഈ ഗ്രച്ചൻ ഫ്രാങ്ക് എക്സസൈസ് ചെയ്യുന്ന മെഷീനും ഹീറോ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ആ മെഷീന്റെ അകത്തേക്ക് പോളൻ പൗഡർ അടിക്കുകയാണ്. ആസ്മയിൽ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ശ്വാസതടസ്സം ഉണ്ടാവും. അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും. അവളോട് ചാർലി ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ ഒന്നും ചെയ്യണ്ട, എനിക്ക് ഹോർസ് കില്ലർ എവിടെയാണുള്ളത് എന്ന് അറിയണം. എന്റെ ഭാര്യ സാറയെ ലണ്ടനിൽ വെച്ച് അവനാണ് കൊന്നത്. നീ അവനുമായിട്ട് ബിസിനസ് ചെയ്യുന്നത് എനിക്കറിയാം. സോ പറ, അവൻ എവിടെയാണുള്ളത്, അല്ലെങ്കിൽ നീ ഇവിടുന്ന് ചാവും. സോ ഹീറോന്റെ ഉദ്ദേശം പുള്ളിക്കാരിയെ കൊല്ലാനല്ല, ജസ്റ്റ് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ പുള്ളിക്കാരി എങ്ങനെയും പറയുന്നില്ല. അതേപോലെ ആൾ ചാവാനായിട്ടുമുണ്ട്. വേറെ വഴിയില്ലാതെ പെട്ടെന്ന് ഹീറോ അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ഉടനെ പുള്ളിക്കാരി ഹീറോനെ അടിച്ചു വീഴ്ത്തി അവിടുന്ന് ഓടിപ്പോവുകയാണ്. തോക്കും പിടിച്ച് ഹീറോ പിന്നാലെ ഓടുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഗ്രച്ചൻ ഫ്രാങ്ക് ചാർലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് പുള്ളിക്കാരിയെ ഒരു വണ്ടി എടുക്കുകയും പുള്ളിക്കാരി സ്പോട്ടിൽ മരണപ്പെടുകയും ചെയ്തു. ഹീറോ പോക്കറ്റിൽ നിന്ന് പുള്ളിക്കാരിയുടെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് വേഗം ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആൾ അറസ്റ്റിലാവും. തന്നെ താമസ സ്ഥലത്ത് പോയി വേഗം ബാഗൊക്കെ പാക്ക് ചെയ്ത് ആള് നേരെ വിട്ടത് ഫ്രാൻസിലെ മെർസയിലേക്കാണ്. അന്ന് രാത്രി ഹീറോ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവിടെ കണ്ട ഒരു ഡാൻസ് ബാറിലേക്ക് പോവുകയാണ്. അവിടുന്ന് ആള് കുറച്ചധികം തന്നെ മദ്യപിച്ചു. അങ്ങനെ അവിടുന്ന് സാറ ഡാൻസ് കളിക്കുന്നത് ചാർലി കണ്ടു. എന്നാൽ അത് സാറയല്ല, മറ്റൊരു സ്ത്രീയാണ്. തനിക്ക് സാറെ ഓർമ്മ വന്നതാണ്. പെട്ടെന്ന് അവിടെ ഹെൻഡേഴ്സണിനെ ഹീറോ കാണുകയാണ്. ഹെൻഡേഴ്സണിന്റെ പിടിയിലായാലും തീർന്ന്. അങ്ങനെ ഹീറോ പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഹെൻഡേഴ്സൺ ആണെങ്കിൽ ഹീറോനെ പിടികൂടനായി പിന്നാലെ ഓടി വരുന്നുമുണ്ട്. അങ്ങനെ ഹീറോ മറ്റൊരു ബാറിലേക്കാണ് ഓടിക്കേറിയത്. അവിടെ കയറി പിൻവഴിയിലെ കൂടി രക്ഷപ്പെടാനായി നോക്കിയെങ്കിലും അവിടെ പിന്നിൽ വേറെ വഴിയില്ല. ആൾ അവിടെ ട്രാപ്പായി. അങ്ങനെ അതിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി ഹെൻഡേഴ്സന്റെ അടുത്തേക്ക് ഹീറോ പോയിരുന്നു. താൻ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ നിന്റെ കയ്യിലുള്ള ഗ്രച്ചൻ ഫ്രാങ്കിന്റെ മൊബൈൽ ട്രാക്ക് ചെയ്തിട്ടാണ് എന്ന് ഹെൻഡേഴ്സൺ പറയുകയാണ്. അപ്പോഴാണ് ഹീറോക്ക് ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത് തന്നെ. നീ എത്ര ബുദ്ധിശാലി ആയാലും, നീ പാനിക് ആയാല് നിന്റെ എത്ര അടിപൊളി പ്ലാൻ ആണെങ്കിലും അത് കൊളാവും. നീ സറണ്ടർ ചെയ്യണം. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ ആവത്തില്ല. വെറുതെ നിന്റെ ജീവൻ കളയണ്ട. നീ ഇതിൽ മിടുക്കനല്ല. അപ്പോൾ ഹീറോ പറയാണ്, എനിക്ക് മിടുക്കുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏതാണ് ടൈമർ എന്നും ഹെൻഡേഴ്സണിനോട് ഹീറോ പറഞ്ഞു. ഈ സമയം നേരത്തെ ഹീറോ കേറിയ റൂമിൽ നിന്ന് ബോംബ് പൊട്ടുകയാണ്. അങ്ങനെ ഹെൻഡേഴ്സണിന്റെ കണ്ണുവെടിച്ച് ഹീറോ അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഹീറോ താൻ ഇതുവരെ നേരിൽ കാണാത്ത, ആരാണെന്ന് പോലും അറിയാത്ത ഇൻക്വിലൈന് മെസ്സേജ് അയക്കുകയാണ്. നീ എവിടെയാണ്, നിന്റെ ലൊക്കേഷൻ എവിടെയാണ്, എനിക്കൊരു സഹായം വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഹീറോ ഇസ്താൻബുളിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടുന്ന് ഒരു റെസ്റ്റോറന്റിലേക്ക് വരാനാണ് ഇൻക്വിലൈൻ പറഞ്ഞത്. അപ്പൊ അവിടുന്ന് മെസ്സേജ് അയച്ചു, നീ എവിടെ എന്ന് ചോദിച്ചിട്ട്. ഹീറോ മെസ്സേജ് അയച്ചപ്പോൾ ഒരുത്തൻ
ഒരുത്തൻ പെട്ടെന്ന് ഫോൺ നോക്കുന്നത് കാണാം. അങ്ങനെ ഹീറോ അവനാണ് ഇൻക്വിലൈൻ എന്ന് വെച്ച് അവന്റെ അടുത്തേക്ക് പോകാനായി നിൽക്കുമ്പോൾ ഹിജാബ് ഒക്കെ ധരിച്ച ഒരു സ്ത്രീ ഹീറോന്റെ അടുത്ത് വന്ന് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്ന ആൾ അവനല്ല എന്ന്. സോ ഗൈസ്, ഇതാണ് ഇൻക്വിലൈൻ എന്ന യൂസർ. നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ഇൻക്വിലൈൻ ചോദിച്ചപ്പോൾ ഹീറോ ഭാര്യയെ കുറിച്ച് പറയുകയാണ്. എല്ലാം എനിക്കറിയാം, കാർ പാർക്കിങ്ങിൽ എന്റെ കാർ ഉണ്ട്, നീ എന്നെ ഫോളോ ചെയ്യരുത്, ഞാൻ പോയതിനു ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ആദ്യം പുള്ളിക്കാരി കാറിൽ കയറി. അതിനുശേഷം ഹീറോയും കാറിൽ കയറുകയാണ്. അവരങ്ങനെ പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നീ എത്ര വർഷമായി ഈ പണി ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ആക്ച്വലി ഞാനല്ല ഇൻക്വിലൈൻ എന്ന യൂസർ, എന്റെ ഭർത്താവാണ്, എന്നാൽ എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു, അതിനുശേഷം ഈ യൂസർ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ പുള്ളിക്കാരുടെ റിയൽ നെയിം ഡേവിസ് എന്നാണ്. അപ്പോൾ ഡേവിസിന്റെ വീട്ടിൽ ഒരുപാട് ടർക്കി പക്ഷികളെ കാണും. ഇവരുള്ളപ്പോൾ വേറെ അലാംസിന്റെ ആവശ്യമില്ല എന്നും ഡേവിസ് ചാർലിയോട് പറയുന്നുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു മാസത്തിലധികം നിൽക്കാറില്ല, കാരണം എന്റെ റഷ്യൻസ് കുറെ കാലമായി ട്രാക്ക് ചെയ്ത് കൊല്ലാനായി ശ്രമിക്കുന്നു. സോ ഇവിടെ അവര് രണ്ടുപേരും ഹോർസ് കില്ലറിന്റെ അടുത്ത് എത്താനുള്ള വഴികളൊക്കെ നോക്കുകയാണ്. അങ്ങനെയാണ് അവർക്ക് ഹോർസ്റ്റുമായി ലിങ്ക് ആയിട്ടുള്ള മിഷ്ക എന്ന ഇവന്റെ ലൊക്കേഷൻ കിട്ടിയത്. അപ്പോൾ മിഷ്ക എന്ന ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഭയങ്കര ലക്ഷറി ലൈഫ് സ്റ്റൈലിന്റെ ആളാണ്. കഴിഞ്ഞ ആഴ്ച മിഷ്ക മാഡ്രിഡിൽ എത്തിയിട്ടുണ്ട്. സോ മാഡ്രിഡിലെ ഒരു ലക്ഷറി ഹോട്ടലിൽ മിഷ്ക എത്തിയതായി ഇവര് കണ്ടു. ആ ഹോട്ടലിലെ CCTV ഡേവിസ് ഹാക്ക് ചെയ്ത് ആക്സസ് ചെയ്യുന്നുണ്ട്. ചാർലി ഡേവിസിന് ഹെൻഡർസന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് എങ്ങനെ അവിടെ എത്തുന്നുണ്ടോ എന്ന് കൂടി നോക്കണമെന്നും ചാർലി ഡേവിസിനോട് പറയുന്നുണ്ട്. സോ മിഷ്ക ലക്ഷറി ലൈഫ് സ്റ്റൈലിന്റെ ആളാണ് നമ്മൾ പറഞ്ഞു. ഈ ലക്ഷറി ഹോട്ടലിലെ റൂഫ് ടോപ്പിൽ ബ്രിഡ്ജ് പോലെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതായത് 2 ബിൽഡിങ്ങിന്റെ നടുക്കായിട്ടാണ് റൂഫ് ടോപ്പിൽ ഈ സ്വിമ്മിംഗ് പൂൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. മിഷ്കക്ക് തനിച്ച് സ്വിം ചെയ്യാൻ വേണ്ടി ഹോട്ടൽ അധികൃതർ മറ്റുള്ളവരെയൊക്കെ ഒഴിപ്പിക്കും. അതിന് വലിയ തുക തന്നെ മിഷ്ക അടക്കുന്നുമുണ്ട്. സോ ഇവിടെ ഹീറോ ആ സ്വിമ്മിംഗ് പൂൾ ഉള്ള സ്ഥലത്തെ കുറിച്ച്, ആ ലൊക്കേഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് കാണാം. എന്തായിരിക്കും ഇനി ഹീറോന്റെ പ്ലാൻ? സോ ഇവിടെ ഹീറോ ആ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് അതിന്റെ പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാം. അങ്ങനെ അതിനുശേഷം ആരും കാണാതെ ചാർലി മിഷ്കയെ ഫോളോ ചെയ്യുകയാണ്. എന്നാൽ ഈ സമയം അവിടെ ആരാണ് വന്നിട്ടുള്ളത് നോക്കൂ, വേറെ ആരുമല്ല, ചാർലിയെ പിടികൂടാനായി ഹെൻഡർസൺ വീണ്ടും എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അദ്ദേഹം വന്നത് ശരിക്കും ചാർലിയെ പിടികൂടാൻ തന്നെയാണോ എന്നുകൂടി നമ്മൾ നോക്കണം. അദ്ദേഹം മാത്രമല്ല, മറ്റൊരുത്തൻ കൂടി കുറെ തവണ ഹീറോനെ ഫോളോ ചെയ്യുന്നത് ഹീറോന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ CCTV നോക്കി ഡേവിസ് അവന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അവനും CIA ഏജന്റ് ആണ് എന്ന് ഡേവിസിന് മനസ്സിലായി. അതേപോലെ ഹെൻഡർസനെയും ഡേവിസ് കണ്ടു. ചാർലി, സിറ്റുവേഷൻ ഡേഞ്ചർ ആണ്, പ്ലാൻ മാറ്റുന്നതാണ് നല്ലത് എന്ന് ഡേവിസ് പറഞ്ഞപ്പോൾ ചാർലി പറയാണ്, വേണ്ട, നമ്മുടെ പ്ലാൻ പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന്. സോ ഇവിടെ മിഷ്ക നീന്തുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് ചാർലി എത്തി. എന്നിട്ട് അവനോട് ഹോർസ് കില്ലർ എവിടെയെന്ന് ചോദിച്ചു. നീ ആരാണ്, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് അവൻ ചോദിച്ചപ്പോൾ ചാർലി തന്റെ ഭാര്യ സാറയെ കുറിച്ച് പറയുകയാണ്. എന്റെ കയ്യിലെ ഈ റിമോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നീ നീന്തുന്ന സ്വിമ്മിംഗ് പൂൾ പൊട്ടിത്തെറിച്ച് നീ ഇല്ലാതെയാവും. എന്തായാലും ഹോർസ് കില്ലർ എവിടെയാണുള്ളത് എന്ന് മിഷ്കക്ക് അറിയത്തില്ല. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പെട്ടെന്ന് നീന്തി കയറിക്കൂ എന്നും പറഞ്ഞ് ചാർലി ആ ബട്ടൺ പ്രസ് ചെയ്തു. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ പൊട്ടി അവൻ റൂഫ് ടോപ്പിൽ നിന്ന് താഴെ വീണ് മരണപ്പെടുകയാണ്. അവനെ കൊന്നതിനു ശേഷം ചാർലിയോട് ഡേവിസ് പറയാണ്, ചാർലി, ഹെൻഡർസൺ വരുന്നുണ്ട്, പെട്ടെന്ന് അവിടുന്ന് പോവാൻ നോക്ക്. അങ്ങനെ ഡേവിസ് പറഞ്ഞു കൊടുക്കുന്ന എക്സിറ്റ് വഴിയിലെ കൂടി ചാർലി രക്ഷപ്പെടുകയാണ്. ഹെൻഡർസണും മറ്റേ CIA ഏജന്റും ചാർലിയുടെ പിന്നാലെയുണ്ട്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ആ CIA ഏജന്റ് ഹെൻഡർസണിനെ പിടിച്ചു വെച്ച് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് കാണാം. മാത്രമല്ല, അവര് ഫൈറ്റ് ചെയ്ത് CIA ഏജന്റ് ഹെൻഡർസന്റെ വയറ്റിൽ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഹെൻഡർസൺ CIA ഏജന്റ് തലയിൽ ഷൂട്ട് ചെയ്ത് അങ്ങേരെ കൊല്ലുന്നുമുണ്ട്. ഇവര് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ഹീറോക്ക് മനസ്സിലായി ഹെൻഡർസൺ തന്നെ പിടിക്കാൻ വന്നതല്ല എന്ന്. എന്തായാലും ഇവിടെ ഹെൻഡർസൺ വെടികൊണ്ട് കിടക്കുമ്പോൾ നമ്മുടെ ഹീറോക്ക് രക്ഷപ്പെടുക എന്നതല്ലാതെ വേറെ വഴിയില്ല. ഹീറോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ ഓഫീസർ മോർ ഹോട്ടലിലെ CCTV വിഷ്വൽസ് നോക്കിയപ്പോൾ മിഷ്കയെ കൊന്നത് ചാർലി ആണെന്ന് മനസ്സിലായി. അതേപോലെ ചാർലി ഓടി രക്ഷപ്പെടുന്ന സമയത്ത് സംസാരിക്കുന്നുമുണ്ട്. ചാർലിയുടെ ചെവിയിൽ ഡിവൈസ് ഒക്കെ ഉണ്ട്. ചാർലിയെ സഹായിക്കുന്ന ഇൻക്വിലൈനെയും അവര് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ രാത്രി ഇവർ ഉറങ്ങാൻ കിടന്ന സമയത്ത് അവരുടെ ടർക്കി പക്ഷികൾ ഭയങ്കരമായിട്ട് ഒച്ചയാക്കുന്നത് അവർ കേട്ടു. അങ്ങനെ അവർക്ക് മനസ്സിലായി റഷ്യൻസ് അവരെ അറ്റാക്ക് ചെയ്യാനായി ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ചാർലിയും ഡേവിസും ആ സ്ഥലത്ത് നിന്ന് കാർ എടുത്ത് രക്ഷപ്പെടുകയാണ്. ആദ്യം കാർ ഓടിക്കുന്നുണ്ടായത് ഡേവിസ് ആണ്. റഷ്യൻസ് അവരുടെ പിന്നാലെ തന്നെയുണ്ട്. അവരെ ഷൂട്ട് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഡേവിസിന് വെടിയേറ്റു. ഡേവിസിനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റി ചാർലി വണ്ടി എടുത്ത് റഷ്യൻസിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ചാർലി സേഫ് ആയ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. പക്ഷെ വെടിയേറ്റ് ഡേവിസ് മരണപ്പെട്ടു. ഇനി ഹോർസിനെ കണ്ടെത്താൻ ഒരു വഴി കൂടി മാത്രമേ ഉള്ളൂ. അത് എല്ലിഷ് ആണ്. റൊമേനിയയിൽ നിന്ന് എല്ലിഷ് എന്നയാള് മിസൈൽ മേടിക്കാനായി വരുന്നുണ്ട്. അങ്ങനെ മിസൈൽ ഡീലർ ആയിട്ട് ചാർലി ഫേക്ക് മെസ്സേജ് അയച്ച് ഒരു ലൊക്കേഷനിൽ എല്ലിഷിനെ എത്തിച്ചു. എല്ലിഷ് അവിടെ എത്തിയപ്പോൾ അവിടെ
ആരുമില്ല. ആ പെട്ടി തുറക്ക് എന്ന് ചാർലി എലിഷിനെ വിളിച്ചു പറഞ്ഞു. എലിഷ് അത് തുറന്നപ്പോൾ അതിന്റെ അകത്ത് ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നീ ഇപ്പോൾ ആ പെട്ടി തുറന്നത് കൊണ്ട് ബോംബ് ആക്ടിവേറ്റഡ് ആയി. നീ ഇനി അതിൽ നിന്ന് കൈയെടുത്താൽ ബോംബ് പൊട്ടിത്തെറിക്കും. നീ ആരാണ്, നിനക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ എലിഷ് ചോദിച്ചപ്പോൾ അതിൽ നീ ഒരാളുടെ ഫോട്ടോ കണ്ടോ, അവളെ നിനക്ക് ഓർമ്മയുണ്ടോ? അതാണ് സാറ, എന്റെ ഭാര്യ. ലണ്ടനിൽ വെച്ച് നിങ്ങളുടെ സംഘം കൊന്നുകളഞ്ഞവൾ. അപ്പോൾ എലിഷിന് കാര്യം പിടികിട്ടി. പ്ലീസ് എന്നെ കൊല്ലല്ലേ, ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്, നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം എന്നൊക്കെ എലിഷ് പറഞ്ഞപ്പോൾ എനിക്ക് നിന്റെയൊക്കെ ബോസ് ആയ ഹോഴ്സ് കില്ലർ എവിടെയാണുള്ളത് എന്ന് അറിയണം. ആദ്യം അത് പറയാൻ എലിഷ് മടി കാണിച്ചെങ്കിലും തന്റെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് അവരുടെ ലൊക്കേഷനും അതേപോലെ തന്റെ മൊബൈലുള്ള അവരുടെ കോണ്ടാക്ട് നമ്പേഴ്സ് ഒക്കെ ചാർലിക്ക് എലിഷ് കൊടുക്കുകയാണ്. എല്ലാം കിട്ടിയതിനു ശേഷം ചാർലി എലിഷിനെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. എലിഷ് അപ്പോൾ ഒച്ചത്തിൽ കരയുകയാണ്. എടാ, ബോംബ് ഡീആക്ടിവേറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ട് കൈ പെട്ടെന്ന് എടുത്ത് ദൂരേക്ക് ചാടിയാൽ നിനക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ചാർലി പറഞ്ഞു. അങ്ങനെ എലിഷ് അതിന് ശ്രമിച്ചു. ബോംബ് പൊട്ടി മരിക്കുകയും ചെയ്തു. സോ ഇപ്പോൾ ടോട്ടൽ 3 പേരെയാണ്, അഥവാ 3 തീവ്രവാദികളെയാണ് നമ്മുടെ ചാർലി കൊന്നത്. ഇനി അവസാനം ഒരുത്തൻ കൂടി, മെയിൻ ലീഡർ ഹോഴ്സ് കില്ലർ. അങ്ങനെ അവനെ തേടി ഹീറോ റഷ്യയിലെത്തി. അവൻ ഏതോ ഒരു ബോട്ടിലാണ്. അതാണ് ഇനി ഹീറോക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ എല്ലാ പോർട്സിലും ഹീറോ ചെന്ന് അന്വേഷിക്കുകയാണ്. പെട്ടെന്ന് ആരോ ഹീറോന്റെ പിന്നിന്ന് തല്ലി ഹീറോന്റെ ബോധം കെടുത്തി. അവർ ഹീറോനെ ഒരു ബോട്ടിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അവർ ഹീറോനെ കൊണ്ടുപോകുന്നത് വേറെവിടെയുമല്ല, മെയിൻ വില്ലന്റെ ബോട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഇങ്ങേരാണ് മെയിൻ വില്ലൻ, അഥവാ നമ്മുടെ ഹീറോന്റെ ഭാര്യയെ കൊന്ന ഹോഴ്സ് കില്ലർ എന്ന തീവ്രവാദി. ഓക്കെ, ഇനി കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ ഹോഴ്സിന് നന്നായിട്ട് അറിയാം ഹീറോക്ക് തോക്ക് പിടിക്കാൻ അറിയത്തില്ല, തോക്ക് പിടിച്ചാൽ ആളുടെ കൈ വിറക്കുമെന്ന്. അങ്ങനെ ഹീറോനെ തളർത്താൻ വേണ്ടി തോക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് എന്നെ കൊല്ല് എന്ന് ഹോഴ്സ് പറയുകയാണ്. പക്ഷെ ഹീറോ തോക്ക് അവിടെ വെച്ച് അവിടെ പോയി ഇരിക്കുകയാണ്. ഈ സമയം അവരുടെ ബോട്ട് വേറെ ലൊക്കേഷനിലേക്ക് പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സോ ഹീറോ ബോട്ടിന്റെ സിസ്റ്റം അവരറിയാതെ ആക്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിന് ചുറ്റും പോലീസ് വളഞ്ഞതായി കാണാം. ഹീറോ തന്റെ കൈവശമുള്ള തീവ്രവാദികൾക്ക് എതിരെയുള്ള എല്ലാ തെളിവുകളും പുറത്തുവിട്ടു. അങ്ങനെ കഥയുടെ അവസാനം മെയിൻ വില്ലനെ ഹീറോ കൊല്ലുന്നില്ല, അദ്ദേഹത്തിന്റെ മുഴുവൻ സംഘവും അറസ്റ്റിലാവുകയാണ്. ആൻഡ് അദ്ദേഹം മാത്രമല്ല അറസ്റ്റിലായത്, അഴിമതി നടത്തിയ ഓഫീസർ മോറും അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങനെ ഭാര്യയെ കൊന്ന തീവ്രവാദ സംഘത്തെ തന്നെ നമ്മുടെ കഥാനായകൻ ഇല്ലാതെയാക്കുകയാണ്. ഹീറോ CIA ഓഫീസിൽ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ തന്നെ കാറിൽ കയറിയപ്പോൾ പെട്ടെന്ന് കാറിൽ വന്ന് കയറിയത് ആരാണെന്ന് നോക്കൂ, ഹെൻഡേഴ്സൺ ആണ്. അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. നീ മിടുക്കനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കനാണ് നീ, കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞ് ഹെൻഡേഴ്സൺ ഇറങ്ങിപ്പോയി. കഥയുടെ അവസാനം ചാർലി ഭാര്യ സമ്മാനമായി നൽകിയ വിമാനം കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്തു അതുമായി സന്തോഷത്തോടെ ആദ്യമായി പറക്കുകയാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.